പ്ലേസ്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലേസ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ചാനൽസാണ്. ഇത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് പ്ലേസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കനോട്ട് ബി യൂസ്ഡ് ഫോർ മാർക്കറ്റിംഗ് സർവീസ് ആർ ഇൻടാഞ്ചിബിൾ ആൻഡ് കനോട്ട് ബി സ്റ്റോർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇവിടെ എന്താണ്, എവിടേക്കാണ് ഇത് ആക്സസബിൾ ആവുക? അവിടെ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണമെന്നില്ല. പക്ഷേ എന്താണ്, ഇവിടെ മാർക്കറ്റിംഗ് മിക്സിൽ എന്താണ് ആക്സസബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി, എവിടെയാണ് ഇത് ആക്സസബിൾ ആവുക? ഇപ്പോൾ അതിൻ്റെ ഡോക്ടർ എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ സർവീസാണ് അവിടെ കിട്ടുക, അതൊക്കെ ആൾക്കാർക്ക് അതിൻ്റെ ഇൻഫോർമേഷനൊക്കെ അവർക്ക് കിട്ടണം. ആക്സസബിലിറ്റി റെഫേഴ്സ് ടു ദ ഈസ് ഓഫ് കൺവീനിയൻസ് വിത്ത് ദ സർവീസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഓർ യൂസ്ഡ്. ആക്സസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് എവിടെയാണ്, ഇപ്പോൾ പല ഹോസ്പിറ്റലിൻ്റെയും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആസ്റ്റർ മെഡിസിറ്റി എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർവീസ് ഏൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഏതാണോ അവിടേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അവൈലബിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടു വിച്ച് ദ സർവീസ് ഒബ്റ്റൈനബിൾ, എത്രമാത്രം അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ എല്ലാ ദിവസവും ആ ഡോക്ടർ ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണ് അവൈലബിൾ ആവണേ, അതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടിയാലാണ് അവിടെ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്ലേസ് എന്ന് പറയുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കീ ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലൊക്കേഷൻ. അപ്പോൾ അതിൽ വരുന്നത് സർവീസ് ഇൻടാഞ്ചിബിൾ ആണ്. ഇവിടെ സർവേ ഫാക്ടേഴ്സ് ടു കൺസിഡർ ഡിസിഷൻ എബൌട്ട് ലൊക്കേഷൻ. അതായത് സർവീസ് ഇൻടാഞ്ചിബിലിറ്റി ആണ്, അപ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം. പെരിഷബിൾ ആണ്, അതായത് പെട്ടെന്ന് അത് കഴിയും. ഡോക്ടർ ഇപ്പോൾ ഇത്ര 50 നമ്പറോളം 50 നമ്പർ കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റോൾ ഓഫ് കസ്റ്റമർ കോ പ്രൊഡ്യൂസർ സർവീസ്, ഇത് ചെയ്യുന്ന മറ്റാൾക്കാർ, കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, ടാർഗറ്റ് മാർക്കറ്റ്, ജോഗ്രഫി ലൊക്കേഷൻ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പ്ലേസിൽ വരുന്നതാണ്. ഇനി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് ടൈപ്പ് ഓഫ് സർവീസ്, ഏതൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർ പ്രിഫറൻസ്, ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് വരുന്നത് റെസ്റ്റോറൻറ്റ്സ്, എയർലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. കസ്റ്റമർ പ്രിഫറൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ടിക്കറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പ്ലേസ് എന്നുള്ള കാര്യത്തിൽ വരുന്നതാണ് കേട്ടോ. കസ്റ്റമർ പ്രിഫറൻസ് നമുക്ക് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണത്. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, ലീഗൽ റെസ്ട്രിക്ഷൻസ്, അതൊക്കെ നമുക്ക് ഇതിൽ വരുന്നത്. ജോഗ്രഫിക്കൽ സ്പ്രെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്ലേസിൽ മെയിനായിട്ട് ഇവിടെ ആക്സസബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആണ് മെയിനായിട്ട് വരുന്ന ടേമുകൾ. ഇനി ഇത് 4 നോർമലായിട്ടുള്ള സാധാരണ മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷനാണ് മാർക്കറ്റിങ്ങിൽ. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് ആണ് സർവീസിങ്ങിൽ കേട്ടോ. പ്ലേസിന് അത്ര അധികം ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല. അതായത് ഹോസ്പിറ്റൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ആ സർവീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 4ാമത്തെയാണ് പ്ലേസ്. മറ്റ് സാധാരണ മാർക്കറ്റിങ്ങിലാണെങ്കിൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷനാണ്. ഡെലിവറി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ മാർക്കറ്റിങ്ങിൽ. സർവീസ് മാർക്കറ്റിങ്ങിൽ ഡെലിവറിങ് ഏറ്റവും താഴെയാണ്, അതായത് ഒരു സ്ഥലത്ത് മാത്രമാണ് അത് ആക്സസബിൾ ആവുള്ളൂ. ഇനി അതിൽ വരുന്ന ഫാക്ടേഴ്സാണ് പീപ്പിള്, ഫിസിക്കൽ എവിഡൻസ്, പ്രോസസ്സ്. അഡീഷണലായിട്ട് സർവീസ് മാർക്കറ്റിങ്ങിൽ മാത്രം വരുന്ന കാറ്റഗറിയാണ് പീപ്പിള്, ഫിസിക്കൽ എവിഡൻസ്, പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലൈഡുകൾ ഞാൻ കാണിക്കാം കേട്ടോ ക്ലാസ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ പീപ്പിൾ എന്ന് പറയുന്നത് സർവീസ് മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ, സ്റ്റാഫ് എന്ന് പറയുന്ന കാറ്റഗറി. അതായത് അവിടെ ഫേംസിൻ്റെ പേഴ്സണലാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേഴ്സണലാണ് ഈ സർവീസ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് പേഴ്സണൽ. ഓൾ ഹ്യൂമൻ ആക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഡെലിവറി ഓഫ് ഈ സർവീസ് പ്രൊവൈഡ് ക്യൂസ് ടു ദ കസ്റ്റമർ. സർവീസ് ചെയ്തു കൊടുക്കുന്നത് കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഹൗ ദീസ് പീപ്പിൾ ആർ ഡ്രസ്ഡ്, അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഓൾ ഇൻഫ്ലുവൻസ് ദ കസ്റ്റമർ പെർസെപ്ഷൻ ഓഫ് ദ സർവീസ്. ഇപ്പോൾ നേഴ്സുമാർക്ക് യൂണിഫോം കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് യൂണിഫോമൊക്കെ നമുക്കൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ യൂണിഫോം കണ്ടറിയാം ഇത് നേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സർവീസ് ചെയ്യുന്ന ആൾക്കാരും സാധാരണ യൂണിഫോം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ യൂണിഫോം നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അത് നേഴ്സാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്യൂരിറ്റി ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവിടെ അവർ തരുന്ന, അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കിട്ടുക, ഇതിനെന്താ ചെയ്യാമെന്ന് നമ്മൾ ചോദിക്കാറില്ലേ. നമ്മൾ നേഴ്സിൻ്റെ അടുത്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. പിന്നെ ഡോക്ടേഴ്സ്, അവരെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ പീപ്പിൾ എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവിടെ നമ്മൾ യൂണിഫോം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് കൺസൾട്ടിങ്, കൗൺസിലിംഗ്, ടീച്ചിങ് ആൻഡ് അതർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ സർവീസ്. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്? ഈ സർവീസൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്?
പീപ്പിളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇൻ മെനി സർവീസ് സിറ്റുവേഷൻ കസ്റ്റമർ തംസെൽസ് ഓൾസോ ഇൻഫ്ലുവൻസ് സർവീസ് ഡെലിവറി. അവിടെ നമ്മൾ അഫക്റ്റിംഗ് സർവീസ് ക്വാളിറ്റി ആൻഡ് ദെയർ ഓൺ സാറ്റിസ്ഫാക്ഷൻ. ഈ ക്വാളിറ്റി സാറ്റിസ്ഫാക്ഷനൊക്കെ കുറേയൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പേഴ്സണലിനെ, അവിടുത്തെ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എ ക്ലയൻറ്റ് കൺസൾട്ടിംഗ് കമ്പനി ഇൻഫ്ലുവൻസ് ക്വാളിറ്റി സർവീസ് റിസീവ്ഡ് പ്രൊവൈഡിംഗ് നീഡഡ് ദ ടൈംലി ഇൻഫർമേഷൻ ഇംപ്ലിമെൻറ്റിംഗ് റെക്കമെൻഡേഷൻ പ്രൊവൈഡഡ് ബൈ ദ കൺസൾട്ടൻറ്റ്. ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, അവർ നമുക്ക് കൃത്യമായിട്ടുള്ള ടൈംലി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. നമുക്ക് അവിടെ വേണ്ടത് ചില കാര്യങ്ങൾക്കുള്ള ഇൻഫോർമേഷനാണ്. അത് നമുക്ക് ആരിൽ നിന്നാണ് കിട്ടുക? പേഴ്സണലിൽ നിന്നാണ്, സ്റ്റാഫിൽ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ പേഴ്സണൽ എന്ന് പറയുന്നത് അവിടെ പീപ്പിളാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പീപ്പിളാണ് എല്ലാ സർവീസും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫാക്ടർ അവിടെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്.